ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ രാത്രിയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ നൈറ്റ് റൊട്ടീൻ. അപ്പോൾ ദേ ഞാനിപ്പോൾ നടന്നിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മഴയുണ്ട്, അതായത് ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ദേ ഇനി നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു നൈറ്റ് റൊട്ടീൻ എടുക്കാമെന്ന് ഓർത്തു. അപ്പം ഭയങ്കര മഞ്ഞും മഴയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം നടന്നുള്ളൂ. ഡോക്ടർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നടക്കണം, എക്സസൈസൊക്കെ ചെയ്യണമെന്ന്. കാരണം എനിക്ക് ബാക്ക് പെയിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂസൊക്കെ ബാക്ക് പെയിനൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് വന്ന് വീട്ടിലോട്ട് കയറുന്ന വഴിയാണ്. അപ്പോൾ ഇനി വാവച്ചിയാണ് തീരുമാനിക്കുന്നത് എൻ്റെ അടുത്ത് റൊട്ടീൻ എന്താണെന്ന്. കാരണം അവളുടെ മൂഡ് അനുസരിച്ചിരിക്കും നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്തെന്നും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടോ ഓട്ടോ പോകുന്ന സൗണ്ട്. സോ നമുക്കിനി വീട്ടിലോട്ട് കയറാം. വാവച്ചി എന്താ എടുക്കണേ നോക്കാം. വാവച്ചി, ഇവിടെ എന്താ പരിപാടി? കുക്കിംഗ്? എന്താ കുക്ക് ചെയ്യുന്നേ? എന്ത് കാണിച്ചേ? അതിൻ്റെ പേരെന്താ? ഇഡ്ഡലി. വാവ്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ഫേസ് നോക്കട്ടെ വാവച്ചിയുടെ. മടുത്തോ കുക്ക് ചെയ്തിട്ട്? മടുത്താ? ഓക്കെ, ഞാനിപ്പോൾ വരാട്ടാ, ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിലോട്ട് കയറി. ഇപ്പം വാവച്ചി ഇവിടെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ഡിന്നർ ഇഡ്ഡലി ആയിരിക്കും അല്ലേ വാവച്ചി? ഇന്ന് രാത്രിയിൽ അമ്മയ്ക്ക് ഇഡ്ഡലിയാണ് തരുന്നത്. ഇന്ന് രാത്രിയിൽ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ, അല്ലേ വാവച്ചി? ഓക്കെ. ഓ ആണോ? അപ്പം ഞാനിനി പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. To the city streets, we began to feel the fire. അങ്ങനെ അത് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്നും. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുനിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴോ നമ്മൾ എന്തെങ്കിലും തിങ്സ് ഇങ്ങനെ എടുക്കുമ്പോഴോ ഒക്കെ ഭയങ്കര ബാക്ക് പെയിൻ ഇഷ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ ബെഡിൽ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പം എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു ചിലപ്പം ബെഡിൻ്റെ പ്രശ്നമാണെന്ന് ഓർത്തിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ബെഡും മാറ്റി യൂസ് ചെയ്തിട്ട് എനിക്ക് എന്നും ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറയായിരുന്നു, നിങ്ങളുടെ ഒരു ബെഡ്. അങ്ങനെ ഞാൻ ബെഡിനെ കുറ്റം പറഞ്ഞ് ഞാൻ ഒരു മാസം അങ്ങനെ തള്ളി മാറ്റി. പക്ഷേ നമ്മൾ ബെഡ് മാറ്റിയിട്ടും എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പം എക്സ്റേക്കകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അവരെന്നെ പേടിപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിനേക്കാളും പേടി. അപ്പം ഞാൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി, അതായത് ഓർത്തോ ഡോക്ടറെ അടുത്താണ് പോയത് കേട്ടോ. അപ്പം ഓർത്തോ ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, കുറച്ച് നടക്കുക, പിന്നെ നല്ല ഫുഡ് കഴിക്കുക, നോൺ വെജ് കുറയ്ക്കുക, പിന്നെ വെജിറ്റേറിയൻ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മാറ്റം ഉണ്ട് കേട്ടോ. നന്നായിട്ട് ബാക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പം ഞാനിത് പറയാൻ കാരണം, ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറിയ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ ഇനി സർജറി ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ഭയങ്കര എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ ഒരു മാസമൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഭയങ്കര ടെൻഷനും, എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സാഡായിരുന്നു ഞാൻ. അങ്ങനെ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് തന്നു, 2 ടാബ്ലറ്റ്, ഒന്ന് വൈറ്റമിൻ D3 ഒന്ന് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റും. അപ്പം വൈറ്റമിൻ D3 ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാൻ പറഞ്ഞു. പിന്നെ കാൽസ്യം വന്നിട്ട് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കഴിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എക്സസൈസും ചെയ്യുന്നുണ്ട്, നടക്കാനും പോകുന്നുണ്ട്. പിന്നെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നടുവേദന ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. കാരണം ചിലപ്പം എന്തെങ്കിലും വൈറ്റമിൻ D3യുടെ ഇഷ്യൂസോ കുറവ് കാരണമോ, ചിലപ്പം കാൽസ്യത്തിൻ്റെ കുറവ് കാരണമോ, ചിലപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസ് നമുക്ക് കിട്ടാത്തതിൻ്റെ ഒക്കെ ആയിരിക്കും. ചിലപ്പം വേറെ ഇഷ്യൂസും കാണും. പക്ഷെ ഞാനിത് ശരിക്കും പേടിച്ചു പോയി, വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ഓർത്തിട്ട്.
പിന്നെ സൺലൈറ്റാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്, സൺലൈറ്റ് എന്തായാലും കൊള്ളണമെന്ന്. ഇവിടെ മൂന്നാറിൽ വന്നതിന് ശേഷം ഞാൻ 3 മാസമായിട്ട് സൺലൈറ്റ് എനിക്ക് കൊള്ളാനേ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഫുള്ള് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് സൺലൈറ്റേ ഇല്ല. അതൊന്നാമത്തെ മെയിൻ പ്രോബ്ലം ആയിരുന്നു എനിക്ക്. അങ്ങനെ അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്ക്. ഇങ്ങനെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാറും. അപ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. വാവച്ചിയുടെ ടോയ്സ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. വാവച്ചിയുടെ കളിയെല്ലാം കഴിഞ്ഞു. അപ്പം എല്ലാം എടുത്ത് വയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയിപ്പം നെക്സ്റ്റ് ബെഡ്റൂം ഒന്ന് നീറ്റാക്കാനുണ്ട് കേട്ടോ. കാരണം 5 മിനിറ്റ് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വാവച്ചി ബെഡ് കൊളാക്കി തരും. അപ്പോൾ നമുക്കൊന്ന് ബെഡ്റൂം ഒന്ന് നോക്കാം. കണ്ട വാവച്ചിയാണ് ഇങ്ങനെ ചെയ്തിട്ടാക്കുന്നത്. സോ ഇതൊന്ന് ക്ലീൻ ആക്കണം ഇനി. വാവച്ചിയാണോ ഇങ്ങനെ ഇട്ടാക്കണേ ബെഡ്റൂം? പിന്നെ ആരാ, ഞാനാണോ? അത് കൊള്ളാലോ. ഇത് ഞാൻ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും അടുത്ത പണി ചെയ്യില്ല കേട്ടോ. എനിക്ക് അടുത്ത പണി തരരുത്. ഓക്കെ ആണോ? ഇടി കളിപ്പണ്ണേ, നെക്സ്റ്റ് പണി തരരുത് എനിക്ക് കേട്ടാ. ഒളിഞ്ഞോ വാവച്ചി? ഒളിഞ്ഞാ? പിന്നെ വാവച്ചിയുടെ മെയിൻ ഹോബിയാണ് സ്റ്റിക്കർ ഒട്ടിക്കൽ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഭിത്തിയൊക്കെ കുളമാക്കിയിട്ടുണ്ട്. ഈ സ്റ്റിക്കറൊക്കെ ഇവിടെ ഒട്ടിച്ച് പറിച്ച് ഇവിടെയൊക്കെ കുളമാക്കി. ഇനി ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കണം. വാവച്ചി പെയിൻ്റ് അടിക്കാൻ കാശ് തരുമോ? തരത്തില്ല? തരണേ. നമുക്ക് ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കാം. ബെഡ്റൂം ക്ലീൻ ആക്കാം. വായോ, നമുക്ക് ഒന്നിച്ച് ക്ലീൻ ആക്കാം. വാ, ബെഡ്റൂം ക്ലീൻ ആക്കാം ബെഡ്റൂം. ഇനി നമുക്ക് വാവച്ചിനെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ബെഡ്റൂം അങ്ങനെ ക്ലീൻ ആക്കി. ഇനി വാവച്ചിനെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാം. വാവച്ചി കളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡേർട്ടി ആയിട്ടിരിക്കാം. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വന്നപ്പം ഇഡ്ഡലി കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വെള്ളവും മാവൊക്കെ ഒഴിച്ച് കുഴച്ചൊക്കെ കയ്യിലൊക്കെ ആക്കി വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ വാവച്ചിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാം. അങ്ങനെ വാവച്ചി ഫ്രഷ് ആയിട്ടോ. അപ്പോൾ ഇനി വാവച്ചിക്ക് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസ് കളിക്കാൻ പോവാം. ഡാൻസ് കളിക്കുക വാവച്ചി, നോക്കട്ടെ. നോക്കിയേ, ഒന്നും കൂടെ ട്രൈ ചെയ്തേ ഗ്ലാസ് വെച്ചിട്ട്. പതുക്കെ കൈ എടുക്കുക, എന്നിട്ട് പതുക്കെ ഡാൻസ് കളിക്കുക. അപ്പൊ ചിലപ്പോ കുറച്ചു നേരം കൂടി നിൽക്കുമായിരിക്കും. നോക്കി ട്രൈ ചെയ്തേ. അയ്യോ വാവച്ചി, ഇനി അത് വാവച്ചി കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പം വാവച്ചി അങ്ങനെ കുറച്ച് ഒന്നും കൂടി ചെയ്ത് നോക്കിയേ. വാവച്ചിയുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പം ഇനി വാവച്ചിക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ വാവച്ചിക്ക് ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ സ്റ്റിക്കർ ബുക്ക് ഒന്ന് കാണിച്ചാൽ വാവച്ചി എങ്ങനത്തെയാന്ന്? ഇതാണ്. അപ്പം ഇങ്ങനെ സ്റ്റിക്കർ ബുക്ക് കിട്ടും കേട്ടോ ആമസോണിൽ. അപ്പോൾ ആമസോണിൽ നമ്മളിത് വാങ്ങിച്ചതാണ്. ഇത് റീയൂസബിൾ സ്റ്റിക്കർ ബുക്കാട്ടോ. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് വാവച്ചിക്ക് മാത്രമല്ല എല്ലാ പിള്ളേർക്കും. ഇത് കണ്ടോ, ഇതിപ്പം ഇതിൻ്റെ അകത്ത് ഹോക്കി ഉണ്ട്. അപ്പോൾ ഈ ഹോക്കി ഈ സ്റ്റിക്കർ നമ്മളിവിടുന്ന് എടുത്തിട്ട് ഇവിടെ പേജ് നമ്പർ 28, 29 കണ്ടില്ല. അപ്പം അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. അവച്ച് ഇതൊന്ന് എടുത്തേ, കാണിച്ചു കൊടുക്കാം. ഇത് നേരത്തെ സ്റ്റിക്കർ എടുത്തേ, ഹോക്കി സ്റ്റിക്കർ എടുക്കാവോ? കണ്ടോ, നമ്മൾ ഇവിടുന്ന് ഹോക്കിയുടെ സ്റ്റിക്കർ എടുത്തു. ഇനി നമ്മൾ പേജ് 28, 29 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. അപ്പം നമ്മൾ 28 എടുക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. അപ്പം നമുക്ക് വാവച്ചിയോട് ചോദിക്കാം. വാവച്ചി ഇത് എവിടെയാണ് ഹോക്കി നമ്മൾ സ്റ്റിക്ക് ചെയ്യണ്ടേ? എവിടെ? ഓക്കെ, സ്റ്റിക്ക് ചെയ്യ് ഹോക്കി. എൻ്റെ പേരെന്താ? എന്താണ്? അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റിക്കർ ബുക്കിൻ്റെ യൂസ്. അവച്ച് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ സമയത്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ ഷോർട്സ് വീഡിയോ ആണ് കൂടുതൽ എടുക്കാറ്. വ്ളോഗ്സ് കുറവാണ് എടുക്കുന്നത്. പിന്നെ വ്ളോഗ്സും കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല.
കാരണം വാവച്ചിക്ക് ഷോർട്സ് വീഡിയോസ് എടുക്കാനാണ് കൂടുതൽ താല്പര്യം. അപ്പം അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ വാവച്ചിയാണ് എന്നോട് പറയുന്നത് വീഡിയോ എടുക്കാമെന്നൊക്കെ. അപ്പം വാവച്ചി ഷോർട്സ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനും പിന്നെ അതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം ഇവിടെ വാവച്ചി ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ വാവച്ചി? ക്യാറ്റ് അത് കണ്ടില്ല, ഇങ്ങനെ കാണിക്കും. ക്യാറ്റ് അങ്ങനെ എഡിറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 8:30 ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് 8-8:30ക്കുള്ളിൽ ഡിന്നർ കഴിക്കും. കാരണം ഡിന്നർ കഴിക്കുന്നത് കുറച്ച് നേരത്തെ കഴിക്കണം നല്ലതെന്നാണ് പറയുന്നത്. നോർമലി 7 o'clock കഴിക്കണം നല്ലതാണ് കേട്ടാക്കണേ. അപ്പം കഴിക്കാൻ പറ്റില്ല, കാരണം വാവച്ചയൊക്കെ ഉണ്ടല്ലോ. അപ്പം അവളുടെ പുറകിലൊക്കെ നടക്കുന്നത് കൊണ്ട് അത്രയും നേരത്തെ കഴിക്കാൻ പറ്റില്ല. സോ നമ്മൾ മാക്സിമം നേരത്തെ കഴിക്കാൻ നോക്കും. സോ ഇപ്പോൾ 8:30ക്ക് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ ഇന്ന് ചോറും സാമ്പാറും പിന്നെ മോരുകറിയും പിന്നെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയും കാണും. അത്രേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് നോൺ വെജ് ഇല്ല. മോസ്റ്റ്ലി നോൺ വെജ് ഞങ്ങൾ കുറച്ചേ കഴിക്കാറ്, അതുകൊണ്ട് ഇന്ന് നോൺ വെജ് ഇല്ല. സോ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് വരാം കേട്ടോ. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് പൂച്ചയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതേ പൂച്ച ഓൾറെഡി വെയിറ്റിംഗ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി പൂച്ചയ്ക്ക് ഡിന്നർ കൊടുക്കാം. വാവച്ചി ബ്രഷ് ചെയ്യുവാണ്. ഡിന്നറെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വാവച്ചി ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാവ് ഉറങ്ങാൻ പോവും അല്ലേ? ആണോ? ഞാൻ ബ്രഷ് ചെയ്ത് തരാം. അമ്മ ബ്രഷ് ചെയ്ത് തരട്ടെ? എന്താ തന്നെ ചെയ്യുമോ? പല്ല് വെളുക്കണ്ടേ? അപ്പം ഞാൻ ചെയ്തു തരാം, വായോ വാ. നമ്മുടെ ഡിന്നർ പരിപാടി കഴിഞ്ഞു. വാവച്ചിയുടെ ബ്രഷ് ചെയ്യിപ്പിച്ചു. ഇനി വാവച്ചിനെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വാവച്ചിനെ ഒന്ന് വാവ് ഉറക്കും. വാവച്ചി വാവ് ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വാവ ഉറങ്ങും. അതാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് റൊട്ടീൻ. ഇത് നമ്മൾ അങ്ങനെ മാറി മാറി വരും കേട്ടോ. ഓരോ ദിവസം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രിത്തെ മാറി മാറി വരും. മഞ്ഞ? വെളിയിൽ നല്ല മഞ്ഞാണ്, നല്ല തണുപ്പാണ്. അപ്പം ഞാൻ വെളിയിലത്തെ വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വാവച്ചിയും മമ്മയും ടാറ്റാ ടാറ്റാ കണ്ണ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഉറങ്ങാൻ പോവാ അല്ലേ? പറഞ്ഞേ ബൈ പറ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just